അന്ന് അമേരിക്കയെ മൊത്തത്തിൽ ഭീതിയിലാക്കിയ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, സ്മുള്ളർ ഫാമിലി. 1980-കളിൽ പെൻസിൽവാനിയയിൽ ഒരു സാധാരണ കുടുംബമായിരുന്നു ഇവരുടേത്. അവർ പോലും അറിയാതെ ഒരു ദുഷ്ടാത്മാവ് അവരെ തടവുകാരാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. ജാക്കും ജാനറ്റും അവരുടെ 4 ഡോട്ടേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. 1986-ൽ ഇവർ വെസ്റ്റ് പീറ്റേൺസിൽ നിന്ന് പെൻസിൽവാനിയയിലേക്ക് വീട് മാറുകയാണ്. ആദ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നോർമലായിരുന്നു. പിന്നീട് കുറച്ച് ദിവസത്തിനുള്ളിൽ ആ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഈ തോക്ക് വെടിവെക്കുന്ന ശബ്ദം, മതിലുകൾ ആരോ തട്ടി വരച്ച ശബ്ദം, വീട്ടിനുള്ളിലെ ഫർണിച്ചർ തനിയെ നീങ്ങാൻ തുടങ്ങുകയാണ്. TV തനിയെ ഓണാവുക ഓഫാവുക ചെയ്യുകയാണ്. കിച്ചണിൽ നിന്ന് പാത്രങ്ങളുടെ വലിയ രീതിയിലുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൗണ്ടുകൾ. അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് രാത്രിയിൽ ഞങ്ങളുടെ റൂമിൽ ഒരു കറുത്ത നിഴൽ നിൽക്കുന്നു എന്നാണ്. എന്നാൽ ജാനറ്റ് പറഞ്ഞത് ആരോ തനിക്കടുത്ത് വന്ന് ശ്വസിക്കുന്ന പോലെയും ബെഡിൽ കിടക്കുമ്പോൾ എന്തോ ശക്തി അവളെ ബെഡിൽ നിന്ന് താഴേക്ക് വലിക്കുകയും ചെയ്യാണ്. വീട്ടിലെ നായ കോണിപ്പടിയുടെ അവിടെ ചെന്ന് വെറുതെ കുരക്കൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് ജാക്കും ജാനറ്റും പ്രശസ്തരായിട്ടുള്ള പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള എഡിനെയും അതുപോലെ തന്നെ ലൊറൈ വാരനെയും വിളിക്കുകയാണ്. വാരൻ ദമ്പതികൾ പറഞ്ഞത് ഇവിടെ സാധാരണ പ്രേതമല്ല, ശക്തമായിട്ടുള്ള ഡിമോണിക് എൻറ്റിറ്റി ആണെന്നും വീട്ടിൽ 4 ആത്മാക്കളാണ് ഉള്ളത് എന്നും 3 എണ്ണം സാധാരണ ആയിട്ടുള്ള ആത്മാവും അതിലൊന്നാണ് ഏറ്റവും ശക്തിയേറിയതും എന്നാണ്. അങ്ങനെ വാരൻ കപ്പിൾസ് അവരുടെ സ്ഥിരമായിട്ടുള്ള ആചാരങ്ങളും പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുകയാണ്. അതിനുശേഷം സ്മുള്ളർ ഫാമിലിക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പഴയ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. പഴയ എല്ലാ കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് അടിച്ച് സംഭവിക്കുകയാണ്. ഇവർ പല രീതിയിലുള്ള പ്രീസ്റ്റുകളെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. എന്നാൽ ഒരു കാര്യം ഉണ്ടായില്ല. ലാസ്റ്റ് സ്മുള്ളർ ഫാമിലി അവരുടെ വീട് ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ദ കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വന്നിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും അവിടെ പ്രേതങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഈ വീട്ടുകാർക്ക് തോന്നിയതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.